ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നും പോകുന്നത് മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ. ഭയങ്കര ഗുരുതരമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ്, കുണ്ടും കുഴിയും കുളങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ മിസ്റ്റി ലാൻഡിൽ എത്തിയിട്ടോ. മിനി ഊട്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഞാനും അംജൂട്ടനായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറിയത്. ഒരാൾക്ക് 200 അത്രയാണ് ടിക്കറ്റിന് റേറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ മറ്റുള്ളവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് ഫ്രീ ആണ്. അംജൂട്ടന് ഭയങ്കര പേടിയിട്ടു. പിന്നെ അതിൽ നടക്കാനായിട്ട് എടുക്കടാ വാ വാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ഭയങ്കര കാറ്റ്. അംജൂട്ടനാണെങ്കിൽ നിലത്തിറങ്ങുന്നേ ഇല്ല, കണ്ടോ പറ്റി പിടിച്ചിരിക്കണത്. അത് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ. അത് ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റീൽസും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മളും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നു എന്ന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, അവിടെ പോയി. അംജൂട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ കിളികളെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി പോകുന്നുണ്ട്. പക്ഷെ ആ കിളികൾക്കൊക്കെ ഫുഡ് വയറ് നിറഞ്ഞതുകൊണ്ട് ആ കിളികൾ നമ്മളെ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയത് വൈകുന്നേരമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് കൊടുത്ത് ഇങ്ങനെ എല്ലാവരും ഫുഡുമായിട്ടാണല്ലോ പോകുന്നത് കിളികൾക്ക്. അപ്പോൾ അവർ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അഞ്ചുട്ടിന് ഭയങ്കര വിഷമായിട്ടോ. അത് കൊണ്ട് തീറ്റയും കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കിളിനെ പോലും അവൻ്റെ കയ്യിൽ കിട്ടിയില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ ഉമ്മയും നിച്ചുട്ടിയൊക്കെ പറഞ്ഞു അപ്പുറത്ത് വലിയൊരു കിളിയുണ്ട്, ഒരു പാരറ്റ് ഉണ്ട്, അതിനെ പോയിട്ട് നമുക്ക് എല്ലാവരും ഷോൾഡറിലും വെച്ച് തരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ കൈ കാട്ടുക എന്നല്ലാതെ വരുന്നില്ല കയ്യിലേക്ക്. അവർക്ക് ഫുള്ളായിട്ടുണ്ട് വയറ്. അങ്ങനെ നമ്മൾ ആ വലിയ പാരറ്റിൻ്റെ അടുത്ത് പോയിട്ടോ. അംജൂട്ടിന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവനെ ഹാപ്പി ആയപ്പോൾ ഞാനും ഹാപ്പി ആയി ഗൈസ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് ഇതുപോലെയുള്ള കുറേ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഭയങ്കര മസാജ് ചെയ്യുന്ന പോലെ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ കയ്യിൽ കൈ കുത്താൻ പേടിയേനു. പിന്നെ ഇങ്ങനെ പേടി മാറിയപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടാ. പിന്നെ അവിടുന്ന് ഒരു ചെറുക്കൻ പറഞ്ഞു, ഇതാ ബ്ലാക്ക് ഷർട്ട് ഇട്ട ഓന് പറഞ്ഞു കയ്യിൽ തീറ്റ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തുറക്കരുത്, അങ്ങനെ അത് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി വരുന്ന അഞ്ചുട്ടിന് അത് തുറന്ന് ആദ്യം ആ തീറ്റ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഞാനത് ഇങ്ങനെ മുറുക്കി പിടിച്ച് എൻ്റെ കയ്യിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ഉമ്മ ഓടി വന്നത് കേട്ടോ. എന്നിട്ട് ഉമ്മയിൽ കൈ